വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം. ഇവ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പ്രഭുക്കന്മാർ എന്നെ സമീപിച്ച് പറഞ്ഞു, കാനാൻകാർ, ഹേത്തുകാർ, പെരീസുകാർ, ജബൂസുകൾ, അമ്മോൻകാർ, മോവാബുകാർ, ഈജിപ്തുകാർ, അമോറികൾ എന്നിവരുടെ മ്ലേച്ഛതകൾ പിഞ്ചൊല്ലുന്ന തദ്ദേശീയ ജനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവായരും സ്വയം വിട്ടകന്നിട്ടില്ല. എന്തെന്നാൽ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കുമായി ആ കൂട്ടരുടെ പുത്രിമാരിൽ ചിലരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശീയ ജനങ്ങളുമായി കൂടിക്കലർന്നു. ഈ അവിശ്വസ്തതയിൽ മുഖ്യ പങ്ക് പ്രഭുക്കന്മാരുടെയും വരണ്യരുടെയുമാണ്. ഞാൻ ഇക്കാര്യം കേട്ട് എന്റെ വസ്ത്രവും നിലയങ്കിയും കീറി, എന്റെ കുറെ തലമുടിയും മീശയും വലിച്ചു പറിച്ചു. ഞാൻ സ്തബ്ധനായി ഇരുന്നു പോയി. പ്രവാസിഗണത്തിന്റെ അവിശ്വസ്തതയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വചനങ്ങളിൽ പരിഭ്രാന്തരായ എല്ലാവരും എന്റെ പക്കൽ ഒന്നിച്ചുകൂടി. ഞാനാകട്ടെ സന്ധ്യായാഗാർപ്പണം വരെ സ്തബ്ധനായി ഇരുന്നു. സന്ധ്യായാഗാർപ്പണമായപ്പോൾ ഞാൻ ഉപവാസം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും നിലയങ്കിയുമായി മുട്ടുകുത്തു നിന്ന് എന്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈപ്പത്തികൾ വിരിച്ചു പിടിച്ച് ഉദീരണം ചെയ്തു. എന്റെ ദൈവമേ, ഞാൻ ലജ്ജിക്കുന്നു. അങ്ങയുടെ നേർക്ക് എന്റെ മുഖമുയർത്താൻ എന്റെ ദൈവമേ, ഞാൻ അപമാനിതനാണ്. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ അപരാധം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾ വലിയ അപരാധത്തിലാണ്. ഞങ്ങളുടെ തിന്മകൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ വാളിനും തടങ്കലിനും കവർച്ചയ്ക്കും അപമാനത്തിനുമായി വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ നൽകപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് ക്ഷണനേരത്തേക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്കൊരു പരിരക്ഷിത ഗണം അവശേഷിപ്പിക്കാനും അവിടുത്തെ വിശ്വസ്ത സ്ഥലത്ത് അധിവാസാവസ്ഥ ഞങ്ങൾക്ക് നൽകാനുമാണിത്. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ നയനങ്ങളെ പ്രകാശിതമാക്കാനും ഞങ്ങളുടെ ദാസാവസ്ഥയിൽ അല്പം ജീവസന്ധരണമേകാനും തന്നെ. ഞങ്ങൾ അടിമകളായിരിക്കെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദാസാവസ്ഥയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. ഞങ്ങൾക്കു ജീവസന്ധരണമേകാനും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിതുയർത്താനും അവിടെയുള്ള നാശാവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കാനും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് കോട്ടകൊത്തളം നൽകാനും പേർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ വർഷിച്ചു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു? അങ്ങേ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അങ്ങ് അവ ഇപ്രകാരം അനുശാസിച്ചിരുന്നു: നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന നാട് തദ്ദേശീയ ജനങ്ങളുടെ വൈകൃതം കൊണ്ട്, തങ്ങളുടെ മലിനതകളാൽ അവർ അങ്ങോളം ഇങ്ങോളം നിറച്ചിരിക്കുന്ന മ്ലേച്ഛതകൾ കൊണ്ട് വികൃതമാണ്. അതിനാൽ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നിങ്ങൾ നൽകരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കായി നിങ്ങൾ സ്വീകരിക്കുകയും അരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും നിങ്ങൾ ഒരിക്കലും തേടുകയും അരുത്. അത് നിങ്ങൾ ശക്തി ആർജിക്കുന്നതിനും ദേശത്തിന്റെ വിഭവം നിങ്ങൾ ആഹരിക്കുന്നതിനും നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപരാധങ്ങളും നിമിത്തം ഞങ്ങളുടെ മേൽ വന്നുഭവിച്ച എല്ലാറ്റിനു ശേഷവും ഞങ്ങളുടെ തിന്മകൾ വിട്ട് അങ്ങ് പിന്നാക്കം മാറുകയും ഇതുപോലെ ഒരു പരിരക്ഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നല്ലോ. എന്നിട്ടും അങ്ങയുടെ കൽപ്പനകൾ ലംഘിക്കാനും മ്ലേച്ഛതകളുടെ ഈ ജനങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും ഞങ്ങൾ തീരുമാനിക്കുകയോ ശിഷ്ടഭാഗമോ പരിരക്ഷയോ ഇല്ലാതായി നശിക്കും വരെ അങ്ങ് ഞങ്ങളുടെ നേരെ കോപിക്കുകയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് നീതിമാനാണ്. ഇന്നത്തതുപോലെ ഒരു പരിരക്ഷിത ഗണമായി ഞങ്ങൾ അവശേഷിക്കുന്നുവല്ലോ. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ അപരാധങ്ങളിലാണ്. അവ നിമിത്തം അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ തീർച്ചയായും ആരുമില്ല. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം. എസ്ര ദേവാലയത്തിന് മുമ്പിൽ കരഞ്ഞുകിടന്ന് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽക്കാരിൽ നിന്ന് വളരെ വലിയ ഒരു സംഘം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവന്റെ പക്കൽ ഒന്നിച്ചുകൂടി. എലമേരിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഷെക്കാനിയ മറുപടിയായി എസ്രയോട് പറഞ്ഞു: നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ ജനത്തിൽ നിന്ന് അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇതേ പ്രതി ഇസ്രായേലിന് ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആകയാൽ നാഥന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന ആദരിക്കുന്നവരുടെയും ഉപദേശപ്രകാരം എല്ലാ ഭാര്യമാരെയും അവരിൽ നിന്ന് പിറന്നവരെയും പുറത്താക്കുന്നതിന് നമ്മുടെ ദൈവവുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. നിയമാനുസൃതം അത് നിർവഹിക്കപ്പെടട്ടെ. എഴുന്നേൽക്കൂ, ഈ സംഗതി നിന്റെ ഉത്തരവാദിത്തമാണല്ലോ. നിന്നോടൊത്ത് ഞങ്ങളുമുണ്ട്. കരുത്താർജിച്ച് നീ പ്രവർത്തിക്കുക. അപ്പോൾ എസ്രാ എഴുന്നേറ്റ് ലേവായ പുരോഹിത പ്രമുഖന്മാരെയും എല്ലാ ഇസ്രായേൽക്കാരെയും അക്കാര്യം അതുപോലെ നിവർത്തിക്കുന്നതിന് ശബ്ദം ചെയ്യിച്ചു. അവർ ശബ്ദം ചെയ്തു.
അനന്തരം എസ്ര ദേവാലയത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് ഏലിയാഷിബിന്റെ മകൻ യഹോഹനാന്റെ മുറിയിലേക്ക് നടന്നു. പ്രവാസിഗണത്തിന്റെ അവിശ്വസ്തയെക്കുറിച്ച് വിലാപം ആചരിക്കുകയായിരുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയുമാണ് അവൻ അവിടേക്ക് നടന്നത്. ജെറുസലേമിൽ ഒരുമിച്ച് കൂടാൻ പ്രവാസികളുടെ മക്കളെല്ലാവർക്കുമായി ഒരു വിളംബരം യൂദായിലും ജെറുസലേമിലും അവർ പ്രസിദ്ധമാക്കി. പ്രഭുക്കന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ഉപദേശപ്രകാരം 3 ദിവസത്തിനകം വരാതിരിക്കുന്ന ആരുടെയും വസ്തുവക മുഴുവനും ഉന്മൂലനാചാര വിധേയമാക്കപ്പെടും. അവനാകട്ടെ പ്രവാസി സംഘത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. 3 ദിവസം കൊണ്ട് യൂദാ ബെഞ്ചമിൻ പൗരന്മാർ എല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം തീയതിയായിരുന്നു അത്. ജനമെല്ലാം ദേവാലയാങ്കണത്തിൽ ഇരുന്നു. ഇക്കാര്യ നിമിത്തം മഴ മൂലവും അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ അപരാധം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ അവിശ്വസ്തരായി അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് ഏറ്റുപറച്ചിൽ നടത്തി അവിടുത്തെ ഹിതം അനുവർത്തിക്കുവിൻ. തദ്ദേശീയ ജനങ്ങളിൽ നിന്നും വിജാതീയ ഭാര്യമാരിൽ നിന്നും വിട്ടുനിൽക്കുവിൻ. അപ്പോൾ സംഘം മുഴുവൻ മറുപടിയായി ഉച്ചസ്വരത്തിൽ പറഞ്ഞു, അങ്ങനെ തന്നെ, നിന്റെ വാക്കുകൾ അനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ജനത്തിന്റെ ദുഃഖം വലുതാണ്, മഴക്കാലവുമാണ്, ഞങ്ങൾക്ക് പുറത്തു നിൽക്കാൻ കേൾപ്പില്ല. ഇത് 1-2 ദിവസത്തിനുള്ള പണിയല്ല, കാരണം ഈ കാര്യത്തിൽ ഞങ്ങൾ പിഴച്ചിരിക്കുന്നത് അത്രയധികമാണ്. ഞങ്ങളുടെ പ്രമുഖന്മാർ മുഴുവൻ സമൂഹത്തിനും വേണ്ടി നിലകൊള്ളട്ടെ. വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തവരായി നഗരത്തിലുള്ള എല്ലാവരും അവരോടൊപ്പം അതാതു നഗരത്തിന്റെ ശ്രേഷ്ഠന്മാരും അതിന്റെ ന്യായാധിപന്മാരും ഇക്കാര്യം വരെ, അതായത് നമ്മുടെ ദൈവത്തിന്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് പിൻവലിക്കും വരെ നിശ്ചിത സമയങ്ങളിൽ വരട്ടെ. അസഹലിന്റെ മകൻ യോനാഥനും തിക്വയുടെ മകൻ യഹ്സിയായും മാത്രം ഇതിനെതിരെ നിന്നു. മെഷുല്ലാമും ലേവായനായ ഷബത്തായിയും അവരെ പിന്താങ്ങി. പ്രവാസിഗണത്തിന്റെ മക്കൾ അനുകൂലമായാണ് വർത്തിച്ചത്. അപ്പോൾ പുരോഹിതനായ എസ്ര പിതൃതലവന്മാരായ പൗരന്മാരെ അവരോരോരുത്തരുടെയും പേരുക്രമം അനുസരിച്ച് താന്താങ്ങളുടെ പിതൃകുടുംബങ്ങൾക്കായി തനിക്കായി വേർതിരിച്ചു. 10-ാം മാസം 1-ാം ദിവസം കാര്യാന്വേഷണത്തിനായിരുന്ന അവർ വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്ന എല്ലാവരുടെയും ഇടയിൽ അത് ആദ്യ മാസം 1-ാം ദിവസത്തോടെ പൂർത്തിയാക്കി. വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തതായി പുരോഹിത ഗണത്തിൽ നിന്ന് കണ്ടെത്തപ്പെട്ടവർ യോസാദാക്കിന്റെ മകൻ യശുവയുടെയും അവന്റെ സഹോദരന്മാരുടെയും പുത്രന്മാരിൽ നിന്ന് മാസേയ, എലിയസർ, യാറിബ്, ഗദാലിയ ഇവർ തങ്ങളുടെ ഭാര്യമാരെ പുറന്തള്ളാൻ മുൻകൈയെടുത്തു. ഒരു മുട്ടാടിനെ പ്രായശ്ചിത്തയാഗമായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിന്റെ പുത്രന്മാരിൽ നിന്ന് ഹനാനിയും സബാദിയായും, ഹാറിമിന്റെ പുത്രന്മാരിൽ നിന്ന് മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ എന്നിവർ. പഷ്ഹൂറിന്റെ പുത്രന്മാരിൽ നിന്ന് ഏലിയോയേനായ്, മാസേയ, ഇസ്മായേൽ, നെത്തനേൽ, യോസാബാദ്, എല്യാസ എന്നിവർ. ലേവായരിൽ നിന്ന് യോസാബാദ്, ഷിമേയി, കെലയ, അവൻ തന്നെ കെലിത്ത, പെത്താഹിയ, യൂദ, എലിയസർ. ഗായകരിൽ നിന്ന് ഏലിയാഷിബ്, വാതിൽക്കാൽക്കാരിൽ നിന്ന് ഷല്ലും, തെലം, ഊറി എന്നിവർ. ഇസ്രായേലിൽ നിന്ന് പരോഷിരിൽ നിന്ന് റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, മൽക്കിയ, ബനായ എന്നിവർ. എലാമ്യാരിൽ നിന്ന് മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെറമോത്ത്, ഏലിയ എന്നിവർ. സത്യവരിൽ നിന്ന് ഏലിയോയനായ്, ഏലിയാഷിബ്, മത്താനിയ, റേമോത്ത്, സാബത്ത്, അസീസ എന്നിവർ. ബെബിയാരിയിൽ നിന്ന് യഹോഹാനാൻ, ഹനാനിയ, സബായി, അദ്ലായ് എന്നിവർ. ബാന്യരിൽ നിന്ന് മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷൂബ്, ഷയാൽ, യെറമോത്ത് എന്നിവർ. പഹത് മോവാബ്യരിൽ നിന്ന് അദ്ന, കെലായ്, ബനായ, മാസേയ, മത്താനിയ, ബസലേൽ, മിന്നൂയ്, മനാസെ എന്നിവർ. ഹാരിമിരിൽ നിന്ന് എലിയസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷിമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷമറിയ എന്നിവർ. ഹാഷിമിരിൽ നിന്ന് മത്തനായ്, മത്താത്ത, സാബാത്ത്, എലിഫലത്ത്, എറേമായി, മനാസെ, ഷിമേയി എന്നിവർ. ബാന്യരിൽ നിന്ന് മാദൈ, അമറാം, യുവേൽ, ബനായ, ബദിയ, കെലൂഹി, വാനിയ, മെറോമോത്ത്, എലിയാഷിബ്, മത്താനിയ, മത്താനായി, യാസൗ, ബാനി, ബിന്നു, ഷിമേയി, ഷെലമിയ, നാദാൻ, അദായ, മക്നദബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ഷെലമിയം, ഷെമറിയ, ഷല്ലും, അമരിയ, ജോസഫ് എന്നിവർ. നെബവ്യാരിൽ നിന്ന് ജയീയൽ, മത്തിത്തിയ, സാബദ്, സെബീന, യദ്ദായ്, ജോയൽ, ബനായ എന്നിവർ. ഇവരെല്ലാം വിജാതീയ സ്ത്രീകളെ സ്വീകരിച്ചവരായിരുന്നു. അവരിൽ ചിലർക്ക് സന്താനഭാഗ്യമുള്ള ഭാര്യമാരുണ്ടായിരുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ജെറുസലേമിന്റെ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കിയാലും
ന്യായം അനുവർത്തിക്കുകയും വിശ്വസ്ത അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളെ അവളുടെ ചതുരങ്ങളിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ചറിവിൻ. എങ്കിൽ ഞാൻ അവളോട് ക്ഷമിക്കാം. ജീവിക്കുന്ന ദൈവമാണേ എന്ന് അവർ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ വ്യാജമായാണ് അവർ ആണയിടുന്നത്. കർത്താവെ, അങ്ങയുടെ നയനങ്ങൾ വിശ്വസ്തതയിലേക്കല്ലേ തിരിഞ്ഞിരിക്കുന്നത്. അങ്ങ് അവരെ പ്രഹരിച്ചു, എന്നാൽ അവർക്ക് വേദനിച്ചില്ല. അങ്ങ് അവരെ ഇല്ലാതാക്കി, എന്നാൽ ശിക്ഷണം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. അവർ തങ്ങളുടെ മുഖങ്ങൾ ശിലയേക്കാൾ കടുപ്പമുള്ളതാക്കി. തിരിച്ചു വരാൻ അവർ വിസമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ നിശ്ചയമായും സാധുക്കളാണ്. അവർ ബുദ്ധിഹീനരാണ്. കാരണം അവർക്ക് കർത്താവിന്റെ മാർഗം, തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവിധി അറിയില്ല. ഞാൻ വലിയവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിക്കട്ടെ. കാരണം അവർക്ക് കർത്താവിന്റെ മാർഗം, തങ്ങളുടെ ദൈവത്തിന്റെ ന്യായവിധി അറിയാം. എന്നാൽ അവരൊരുമിച്ച് മുഖമൊടിച്ചു, വിലങ്ങുകൾ പൊട്ടിച്ചു. അതിനാൽ വനത്തിലെ സിംഹം അവരെ പ്രഹരിക്കും, മരുഭൂമിയിലെ ചെന്നായി അവരെ നശിപ്പിക്കും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങളുടെ മേൽ പതിയിരിക്കും. അവയിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോരുത്തരും കടിച്ചു കീറപ്പെടും. കാരണം അവരുടെ അതിക്രമങ്ങൾ നിരവധിയാണ്, അവരുടെ വിശ്വാസത്യാഗങ്ങളോ ഭീമവും. എന്തിനു വേണ്ടി ഞാൻ നിന്നോട് ക്ഷമിക്കണം? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവമല്ലാത്തവയെ കൊണ്ട് അവർ ശബ്ദം ചെയ്തു. ഞാൻ അവരെ പൂർണ്ണ തൃപ്തരാക്കി. എന്നാൽ അവർ വ്യഭിചരിച്ചു, വേശ്യാഗൃഹത്തിൽ കൂട്ടം കൂടി. തിന്നു മതിച്ചുല്ലസിച്ച കുതിരകളാണ് അവർ. ഓരോരുത്തരും തന്റെ അയൽക്കാരന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹേഷാരവം മുഴക്കുന്നു. ഞാൻ അവരെ ഇതിന് ശിക്ഷിക്കേണ്ടെന്നോ? കർത്താവിന്റെ അരുളപ്പാട്. ഇതുപോലൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടെന്നോ? അവളുടെ മുന്തിരിച്ചെടുത്തട്ടുകളിലേക്ക് കയറി നശിപ്പിക്കുവിൻ, എന്നാൽ മുഴുവനും ഇല്ലാതാക്കരുത്. അവളുടെ കമ്പുകൾ നീക്കിക്കളയുവിൻ. അവ കർത്താവിൻ്റെതല്ലോ. എന്തെന്നാൽ യൂദാ ഭവനവും ഇസ്രായേൽ ഭവനവും എന്നെ വല്ലാതെ വഞ്ചിച്ചിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവർ പറഞ്ഞു, അവിടുന്ന് ഒന്നുമല്ല, അനർത്ഥം നമ്മുടെ മേൽ വരികയില്ല. നമ്മൾ വാളും പഞ്ഞവും കാണുകയില്ല. പ്രവാചകന്മാർ കാറ്റായി ഭവിക്കും. വചനം അവരിലില്ല. അവരോട് അങ്ങനെ ചെയ്യപ്പെടും. അതിനാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങൾ ഇക്കാര്യം പ്രഘോഷിച്ചതിനാൽ ഇതാ, ഞാൻ എന്റെ വചനത്തെ നിങ്ങളുടെ വായിൽ അഗ്നിയാക്കും. ഈ ജനത്തെ വിറകും, അത് അവരെ ദഹിപ്പിക്കും. ഇസ്രായേൽ ഭവനമേ, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ ദൂരെ നിന്ന് ഒരു ജനതയെ കൊണ്ടുവരുന്നു. അത് നിലനിൽക്കുന്ന ജനതയത്രേ, അത് പണ്ടുമുതൽക്കുള്ള ജനതയത്രേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയുള്ള ഒരു ജനത. അവർ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കർത്താവിന്റെ അരുളപ്പാട്. അതിന്റെ ആവനാഴി തുറന്ന ശവക്കുടീരം പോലെ. അവരെല്ലാം യുദ്ധവീരന്മാർ. അത് നിന്റെ വിളയും അപ്പവും വിഴുങ്ങും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും വിഴുങ്ങും. അത് നിന്റെ ആടുമാടുകളെയും കന്നുകാലികളെയും വിഴുങ്ങും. അത് നിന്റെ മുന്തിരിയും അത്തിയും വിഴുങ്ങും. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ കോട്ട നഗരങ്ങളെ അത് വാളാൽ തകർക്കും. എന്നാൽ ആ ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഞാൻ അന്ത്യം വരുത്തുകയില്ല. കർത്താവിന്റെ അരുളപ്പാട്. എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഇവയെല്ലാം നമ്മോട് ചെയ്തത് എന്ന് അവർ ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം: നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ നാട്ടിൽ അന്യദേവന്മാരെ ആരാധിച്ചു. അതിനാൽ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ അപരിചിതരെ സേവിക്കും. യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഖ്യാപിക്കുവിൻ. യൂദായിൽ ഇപ്രകാരം വിളംബരം ചെയ്യുവിൻ: കണ്ണുകളുണ്ടായിരുന്നിട്ടും കാണാത്തവരും കാതുകളുണ്ടായിരുന്നിട്ടും കേൾക്കാത്തവരും വിഡ്ഢികളും ഹൃദയശൂന്യരുമായ ജനമേ, ഇത് കേൾക്കുവിൻ. കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലേ? തിരമാലകൾ അലറിയാലും മറികടക്കാനാകാത്ത അവ പ്രകമ്പനം കൊണ്ടാലും അത് ലംഘിക്കാൻ കഴിയാത്ത ശാശ്വത നിയമമായി കടലിന് മണലതിര് തീർത്തിരിക്കുന്ന എന്റെ മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുകയില്ലേ? എന്നാൽ ഈ ജനത്തിന് ശാഠ്യമുള്ളതും ധിക്കാരം നിറഞ്ഞതുമായ ഹൃദയമാണുള്ളത്. അവർ പിന്തിരിഞ്ഞു നടന്നിരിക്കുന്നു. തക്ക സമയത്ത് ശരത്കാല വൃഷ്ടിയായും വസന്തകാല വൃഷ്ടിയായും നമുക്ക് മഴ നൽകുന്ന വിളവെടുപ്പിന്റെ ആഴ്ചക്രമം. നമുക്കായി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാമെന്ന് അവർ തങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ ഇവയ്ക്ക് വ്യതിചലനം ഉളവാക്കി. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് നന്മ തടഞ്ഞു വെച്ചു. എന്തെന്നാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാർ കാണപ്പെട്ടിരിക്കുന്നു. കെണി പോലെ വേടന്മാർ പതിയിരിക്കുന്നു. അവർ വലവിരിച്ച് മനുഷ്യനെ പിടികൂടുന്നു. കൂടുനിറയെ പക്ഷി എന്ന പോലെ അവരുടെ ഭവനങ്ങൾ നിറയെ കപടതയാണ്. അങ്ങനെ അവർ വമ്പന്മാരായി സമ്പന്നരായി അവർ തടിച്ചു മിനിഞ്ഞ് ദുഷ്ടന്റെ പ്രവൃത്തികളെ പോലും അതിലംഘിച്ചു. അനാഥൻ പുരോഗമിക്കും വിധം അവന് അവകാശമായ നീതി അവർ നടപ്പാക്കിയില്ല. ദരിദ്രരുടെ വിധിന്യായം അവർ തീർപ്പാക്കിയില്ല. ഇവയെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കുകയില്ലെന്നോ? ഇതുപോലെ ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടെന്നോ? കർത്താവിന്റെ അരുളപ്പാട്. ബീഭത്സവും ഭയാനകവുമായത് ദേശത്ത് സംഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കുന്നു. പുരോഹിതന്മാർ സ്വേച്ഛാധിപത്യം നടത്തുന്നു. എന്റെ ജനം അതുതന്നെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും? അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. യൂദായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ ആചാരമനുസരിച്ച് പരിച്ഛേദിതരാകാതെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്ന്
സഹോദരരെ പഠിപ്പിച്ചു. പൗലോസും ബർണബാസും അവരോട് വിയോജിക്കുകയും അനൽപമായ വിവാദമുണ്ടാക്കുകയും ചെയ്തു. ഈ തർക്കവിഷയം സംബന്ധിച്ച് ജെറുസലേമിൽ അപ്പസ്തോലന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും പക്കലേക്ക് പോകാൻ പൗലോസിനെയും ബർണബാസിനെയും അവരിൽ നിന്ന് മറ്റു ചിലരെയും നിയോഗിച്ചു. സഭയാൽ ഐക്യപ്പെട്ട അവർ ജനതകളുടെ മാനസാന്തരത്തെ പറ്റി വിവരിച്ചുകൊണ്ട് ഫിനീഷ, സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരർക്കെല്ലാം വലിയ സന്തോഷമുളവായി. ജെറുസലേമിലെത്തിയപ്പോൾ സഭയും അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ചതെല്ലാം അവർ അറിയിച്ചു. എന്നാൽ ഫരിസേയ വിഭാഗത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരിൽ ചിലർ എഴുന്നേറ്റ് പറഞ്ഞു, അവരെ പരിശോധന നടത്തേണ്ടതും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കേണ്ടതും ആവശ്യമാണ്. ഇക്കാര്യം പരിഗണിക്കാൻ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചു. നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരരെ, വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും ജനതകൾ എൻ്റെ വായിൽ നിന്ന് സുശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹൃദയങ്ങൾ അറിയുന്ന ദൈവം നമുക്കെന്ന പോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവർക്ക് സാക്ഷ്യം വഹിച്ചു. നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വിവേചനം കാണിച്ചില്ല. അവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു നുകം ഇപ്പോൾ ശിഷ്യരുടെ കഴുത്തിൽ വെച്ച് എന്തിനു ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു? അവരെ പോലെ തന്നെ നാം രക്ഷിക്കപ്പെടുന്നത് കർത്താവായ യേശുവിന്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. സംഘം മുഴുവൻ നിശബ്ദമായിരുന്നു. തങ്ങൾ വഴി ജനതകളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ബർണബാസും പൗലോസും വിശദീകരിച്ചത് അവർ കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരരെ, എന്നെ ശ്രവിക്കുവിൻ. തന്റെ നാമത്തിനു വേണ്ടി ജനതകളിൽ നിന്ന് ഒരു ജനത്തെ സ്വീകരിക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ശിമയോൻ വിശദീകരിച്ചുവല്ലോ. പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ പുതുക്കിപ്പണിയും. അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കിപ്പണിയും. ഞാൻ അതിനെ പുനരുദ്ധരിക്കും. ശേഷിക്കുന്ന മനുഷ്യരും എന്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല ജനതകളും കർത്താവിനെ അന്വേഷിക്കുന്നതാണിത്. അനാദികാലം മുതൽ ഇവ അറിയിക്കുന്ന കർത്താവ് അരുൾ ചെയ്യുന്നു. അതിനാൽ ഞാൻ തീരുമാനിക്കുന്നു, ദൈവത്തിലേക്ക് തിരിയുന്ന ജനതകളെ വിഷമിപ്പിക്കരുത്. എന്നാൽ അവർ വിഗ്രഹങ്ങളുടെ മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം. എല്ലാ സാപത്തിലും സിനഗോഗുകളിൽ മോശയുടെ നിയമം വായിക്കപ്പെട്ടിരുന്നതിനാൽ പഴയ തലമുറകൾ മുതൽ തന്നെ എല്ലാ നഗരങ്ങളിലും അവന് പ്രഘോഷകരുണ്ടായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ